റോഡ് സൈഡിലൊരു വലിയ ഉണ്ട്, ആൾക്കാർ ഒരുപാട് ഇതിന്റെ ഉള്ളിലോട്ട് ആടി എന്നാ ഒരു ആട്ടിനെ പിടിച്ച വണ്ടി ഇതെവിടെ പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ മജാൻ പോകും. ജെമിലി ഹോസ്പിറ്റലിലോട്ടാണ് മിലിറ്ററി, അതാണ് നമ്പർ, അതാണ് അവിടെ പറഞ്ഞത്. അത് നേരത്തെ കണ്ടത് തന്നെയാണ്. അയ്യോ ശരി പോട്ടെ. ഇതാണ് മജാനിൽ പോണ റോഡ് കേട്ടോ. ഇതുവഴി നേരെ പോയാൽ മജാന്റെ അവിടെ ചെന്ന് തീരും, പിന്നെ അങ്ങാട്ടില്ല. ഇതുവഴി പോയാൽ ഒരു പോക്ക് പോവാം. ഇത് പുതിയ റോഡ് വെട്ടിയതാണ്. ഏത് ഇത് മല വെട്ടി ഇറക്കി കൊണ്ടുവന്നതാണ്. പട്ടാണ് സ്കൂളും സ്കൂൾ വെച്ച് ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വീടുണ്ടല്ലോ. അവിടെയൊക്കെ വീടുണ്ട്. റോഡ് പോയി കേട്ടോ, പൊളിഞ്ഞ്. ഇത് വലിയ വണ്ടി പോയി പുതിയ റോഡ് പൊളിഞ്ഞത് വലിച്ചിറങ്ങി. ഇല്ല, തുമ്പേത്തെ റോഡ് പണ്ട് വലിച്ചിറങ്ങിയതാണ്. പക്ഷെ ഈ വരുന്ന വഴികളിൽ ഇവിടെ ഈ ഒന്നും നമ്മൾ അവിടെ നിന്ന് വിട്ടാലേ എങ്ങും പക്ഷെ ഇതില്ലല്ലേ, പച്ച പിടിച്ച് ഈ പെട്രോൾ പമ്പില്ലല്ലേ? ഇല്ല, പെട്രോൾ പമ്പില്ല. ആ മേലെ നമ്മളിപ്പോ കണ്ടില്ലേ ജവലി പട്ടാളം, ഇതുവഴി ആ ഈ താഴെ അവിടെ നിന്ന് കയറി വന്നു. ശരി, ഇപ്പോഴാണ് ഇത് പിടികിട്ടിയത്. തേനെടുക്കുന്നു വേണോ? ഇതാ എടുക്കണം. അതെ, മജാന്റെ വണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആ വരണ അല്ല, മജാന്റെ ഒരു പണി നമ്മള് പണിഞ്ഞല്ലോ, സാറെടുത്തത്. സാറിനോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു പണി വലിച്ചിറങ്ങിപ്പോയി. ടാറ് ലോഡും വണ്ടിയിലേ ഇറങ്ങി പോകണം. അല്ലല്ല, അതുകൊണ്ടല്ല, ഈ ടാറിങ്ങിൽ പറ്റിയതാ. തുമറേത്തെ റോഡ് പണ്ട് ഇതണക്കായി. അപ്പോൾ തുമറേത്ത് റാപ്പയിൽ പണിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത്, പിന്നെ ബ്ലോക്ക് ചെയ്ത് തീക്ക് വഴിയാണ് കയറിപ്പോയത്. അതൊക്കെ പോണേണ്. അതെന്ത് തേനീച്ച തേനീച്ച ഉണ്ടാ കൂടുതൽ.
അങ്ങോട്ട് ഇനി കുത്തനെ ഇങ്ങനെ വളവും തിരുവോ മല. കറങ്ങി 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 അങ്ങനെ അറിഞ്ഞു. കലിക്കിന്റെ സൈഡിലെ ഓരോരുത്തർ മറ്റേതാ പോണ അടിപൊളി ബൈക്ക്. ഇതാണ് ഒരെണ്ണം വാങ്ങിച്ചു നാട്ടിൽ പോടാ അടിപൊളി ഷേക്കാവും. കണ്ട മതിൽ കെട്ടും സൂപ്പർ കെട്ടുപാട്. ജോലി എവിടെ വണ്ടി കൊണ്ടിട്ടാ പോയി രണ്ടെണ്ണം ആ വീണ്ടും വരണം. ഭയങ്കര വിലയത്. അതിന്റെ വണ്ടി ഇല്ലേന്ന് ചോദിച്ചപ്പോ നിരന്നു വരെ അല്ലേ വന്നപ്പോ എല്ലാം സൈഡ് വഴിയാ പോണത്. പോണ ഒരു ബംഗാളി വെള്ളമൊന്നും ഒഴിക്കും. റോഡിൽ മെയിൻ്റെനൻസ് നടക്കുന്ന എഴുതി. റൈസൂത്ത് പോർട്ട് വേണ്ട പോർട്ട് വേണ്ട സ്വാമി. റൈസൂത്ത് ഏരിയ അതാ. അപ്പൊ ഇവിടെ വരെ ഇതല്ലേ എളുപ്പം. എവിടെ ഇറങ്ങി വന്നില്ലേ അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ ഇതൊഴിഞ്ഞു പിടിക്കും. അത് തന്നെ. എന്നാലും എനിക്ക് തോന്നുന്നു ഇതാണ് എളുപ്പം തോന്നുന്നു. റൈസൂത്ത് വരെ ഇതാണ് എടുത്തത്. ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഇവിടെ ഈ റൈസൂത്ത് എത്തിയില്ലേ. എവിടെ റൈസൂത്ത് ഇനി കൊറേ കറയും പോണം. റൈസൂത്ത് എത്തിയില്ല. അതിന്റെ ഫ്രണ്ടിൽ വെട്ടുണ്ട്. ഫ്രണ്ടിൽ വെട്ടുണ്ട്. പാറ മെറ്റില് മെറ്റില് ഇത് നമ്മള് 100 മുകളിൽ വണ്ടിയുണ്ട്. മജാണ്. ഒരാളെ കാണുവല്ലേ. നല്ലത്. ഉടമ ഒന്ന് ചെറുതായിട്ട് കാലം വെച്ചു കൊടുക്കും. പിന്നും വിടും. ചെവിയടെ വായ അങ്ങ് തുറന്നുവിടാ. വാ തുറക്കി അടക്കുകയും ചെയ്യാത്. എന്നിട്ട് ഉണ്ണുനീരൊക്കെ ഇറക്ക്. നിറച്ച് പാല് കറക്കുന്ന കറക്കാം. ചവിട്ടൂല ഇവിടുത്തെ. അത് അവിടെ ചവിട്ടാത്തത് ചവിട്ട അറിഞ്ഞൂടെ. നമുക്ക് ഒരു ആട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഒരു 5 ആട്ടിൻ വളർത്തി അറിയായിരുന്നു. നാട്ടിലൊന്നും പോണ്ടിയിരുന്നു. ആടും കോഴിയും വളർത്തി അത് ഒരു നാട്ടിൽ വളർത്താന്ന് പറഞ്ഞപ്പോ വെയിലാണ്. കൂട് വെക്കണം. ഷിപ്പ് കിടക്കുന്ന വായിക്കണം. പിന്നെ കൂട് വെച്ചിട്ടേ
കായും കിടക്കണണ്ട. ആ കൂട്ടത്തിൽ കിടക്കണതിന്റെ മധ്യത്ത് ഒരെണ്ണം ഒറ്റയ്ക്ക് കിടപ്പുണ്ട്. അതാണ് അടിച്ചിട്ടത്. അതിന്റെ അടിയിലാണ് 4 മിനിറ്റ് ഇരിക്കുന്ന ആളാ കാണുന്നത്. ഈ വരിയിൽ ക്യാമറ വെക്കണെങ്കിന് ഈ വരിയിൽ പതുക്കെയല്ലേ പോകും. ഓവർടേക്ക് പാടില്ല. അതറിയില്ലേ? ഒരു വണ്ടി പോകുമ്പോ ഇതെന്തിനാ യു അടിച്ചിട്ടാണ്? യൂട്ടേൺ പാടില്ല എന്നല്ല, യൂട്ടേൺ ആണത്. യു ആണത് ഇവിടെ. ഈ റോഡ് യു ആണ്. കാണിക്കുന്നത് ഡേഞ്ചർ ആണ്. അങ്ങനെ അല്ലല്ല, ഇവിടെ ഓവർടേക്ക് പാടില്ല, ഡേഞ്ചറാണ്. വരും. ഈ പാലത്തിന്റെ അടിയിൽ ഇറങ്ങിപ്പോയി വണ്ടിയിട്ടാണ്. പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ ആരോ മാർക്ക് ചെയ്യണ്ട, എന്നിട്ട് ഓവർടേക്ക് ചെയ്യലെന്നാ പറയുന്നത്. ഈ ചോപ്പ് അൾട്രാബാസ് അൽ റഷീദ് പണി 3/4 ഭാഗം കൊണ്ട് എത്തിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. പിന്നെ നാസർ പണി വലിയ ഒട്ടാണ്. ലോഡ് ഇവിടെ പോർട്ടിൽ ഇറക്കിയിട്ട് ഇതിപ്പോ കാലി പോകുന്നത്. ഇത് ലോഡ് ചവിട്ടി പോണണ്ട ഓടി. പശുവൊക്കെ കയറി പോകുന്നതെല്ലാം കാലി വണ്ടി. മഴ പെയ്ത പച്ച ഇതുവഴി വന്നോണ്ടല്ലേ കണ്ടത്. അപ്പൊ ചേച്ചി പറഞ്ഞു വിശക്കണേ അവിടെ വെച്ച് കഴിച്ച് കാണാൻ പറ്റുമോ നമ്മൾ. ഇവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. തിരുമുത്തം തരാനാ കൂടുതൽ സ്ഥലം
ഗുഹ ഉണ്ടോ അതിനകത്ത് പോവാ കുരങ്ങൻ തരാനാ അതുകൊണ്ട് അതിനകത്ത് പോവാം വേണ്ട അങ്ങനെ ഞങ്ങളിപ്പോ മുത്തം തരാം ഞങ്ങൾ തരുമെന്നുണ്ടെങ്കിൽ ഇവിടെ പരസ്യമായിട്ട് വെച്ച് തരണം അവിടെ പോയി മുത്തം തരണം പൊന്മുടിയിലൊക്കെ ഇങ്ങനെയാണ് അവിടെ നിങ്ങൾ മൂന്നാറിലൊക്കെ പോയിട്ടുണ്ട് ഒരാറിൽ പോയിട്ടുണ്ട് ഏഹ് ഒരാറിൽ പോയിട്ടുണ്ട് മേലാക്ഷി എല്ലാരും അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ മൂന്നാറ് പൊന്മുടി ഊട്ടി കൊടൈക്കനാല് ഇതെല്ലാം കൂടെ ഒക്കെയാണ് ഇങ്ങോട്ടൊക്കെ ആളുകൾ അങ്ങനെയൊന്നും അല്ല അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൂടെ കൂടെ അങ്ങ് പോണാണ് നിങ്ങളെവിടെ കൊണ്ടുപോയി എന്നെ അവിടെ നിന്ന് ഒട്ടപ്പിലാമൂട്ടി എന്റെ വീട്ടിൽ കൊണ്ടുപോയി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ പോയത് നമ്മള് തിരുവനന്തപുരം പിന്നീടല്ലേ വന്നിട്ട് പിന്നീടല്ലേ അതല്ലാതെ നമ്മളെ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നു പറഞ്ഞു അതെന്താ ചേച്ചി അതല്ലേ വേറൊരു സ്ഥലത്ത് ചെറിയ കഴി ചെന്ന് വേറൊരു പെണ്ണെ കണ്ട് അതല്ല അത് മാമനും എല്ലാരും ഉണ്ടായിരുന്നു അവിടെ എല്ലാം കൂടെ ചേർന്ന് കള്ളു കുടിച്ചു ഫിറ്റായിരിക്കും അപ്പൊ സൗകര്യം വന്നിട്ട് പറഞ്ഞ് ഒരാൾ വിളിച്ചിട്ട് തരവും വിളിച്ചിട്ട് വഴക്ക് പറയണം അവിടെ വീട്ട് കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ ബോളാണ് ടെലഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ എവിടെയെന്ന് വെച്ചു അത് ചെറിയ വലിയടയുടെ അവിടെ ശരി നിങ്ങൾ അളിയനാണെന്ന് പറയുന്നത് അത് നല്ല രസമോ ആശ അടിച്ച് വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലാവരും കൊണ്ടിരുന്ന് കരിപ്പ് തുടങ്ങിയപ്പോൾ ആശ അലർത്തി അവിടെ ചിരി ചുറ്റി പോടും അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ് കൊണ്ടുപോണ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ പിന്നെ പറയാം നോക്കട്ടെ പറ്റുമെങ്കിൽ കൊണ്ടുപോകും ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു നമ്മളിഞ്ഞ് വീട്ടിൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിളി വരണം അത് നടക്കില്ല എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് സംഭാഷണങ്ങൾ വീണു അതുകൊണ്ടാണ് ഞാൻ അത് വണ്ടി ഇരുന്നുകൊണ്ട് ഒരൊറ്റ അടിയും കടിച്ചു